കൊച്ചുമോനെ, നിന്റെ അനിയൻ ഇവിടെ പഠിക്കാനാണോ വരുന്നത് അതാ പ്രണയിക്കാനാണോ വരുന്നത്? കണക്ക് ടീച്ചറിനെ പ്രണയിക്കുന്നത് അത് ഏത് പ്രായത്തിലാ മതി? ഈ ഒരു കാരണവശാലും ഇവിടെ നടത്താൻ പറ്റില്ല. നിങ്ങൾ കൊണ്ട് കളയാ എന്താണ് ചേച്ചി? പോയി പോയി ആ പാവം മനുഷ്യ ഒറ്റയ്ക്ക് ജോലി ചെയ്തിട്ടാണ് കുടുംബം നോക്കുന്നത്. അതിവിടുത്തെ വിഷയമല്ലല്ലോ സാറേ. ഒരു അമ്മ വയ്യാത്ത പുറഞ്ഞിറങ്ങിക്കുന്ന ഒരു പെങ്ങള്. അങ്ങനെ ഒരു നിർഗുണ കുടുംബത്തിലാണ് സാറേ ഞാൻ ഇവിടെ ജനിച്ചത്. അന്നന്ന് കിട്ടുന്ന അന്നത്തിൽ അന്നുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു സാധാരണ കുടുംബമാണ് സാറേ. സാറേ ആ ഒറ്റ പ്രതീക്ഷയല്ലേ സാറേ നമ്മളെ കുടുംബം നിൽക്കുന്നത്. എന്നിട്ട് ഈ കഴിവ് പഠിക്കുന്നില്ല. കോളേജ് വിട്ടാ വാഴ കളിച്ചു ഇനി ഒരു തെറ്റും ചെയ്യാതെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഈ അച്ഛൻ നോക്കിക്കോളാം. മാറിയില്ല കൈവറി. ഇനിയിപ്പോ പഠിച്ചില്ലെന്ന് പറഞ്ഞ ഒരുവനോടെ ഞാൻ വന്ന ഇല്ല മോനെ, അവൻ ഇനി ഒരു തെറ്റിന് പോകാതെ ഞാൻ നോക്കിയോളാം. അർഷകിന്റെ പേരെന്തായിരുന്നു? വിഷ്ണു. നീ എനിക്ക് വേണ്ടി എന്താ ചെയ്തെന്ന് ചോദിച്ചില്ലേ? നീ എന്റെ ഫ്രണ്ട് അല്ലടാ. നീ എനിക്ക് വല്ലതും ചെയ്യണം. മെമ്പറെ, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഈ പോസ്റ്റിലെ ട്യൂബ് മാറ്റിയിരിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ അത് മാറ്റും. നല്ല അരി ഇടുന്നെങ്കിൽ LED ഇടും. അതല്ലെന്ന് ഇതിനകത്ത് പുതിയ ട്യൂബ് ഇടണമെന്ന്. ഇരുട്ടാറാ രാത്രി പുറത്തിറങ്ങി നടക്കാൻ വയ്യ. ഇന്ന് ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. എന്റെ ഒരു അഭിപ്രായത്തില് നിങ്ങൾ രാവിലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു പോയി. എന്നിട്ട് രാത്രി പുറത്തോട്ട് ഇറങ്ങരുത്. മെമ്പറെ ഇപ്പൊ ഇല്ല, ഞാൻ കൊല്ലെ കുറിച്ച് പറയും. മെമ്പറെ, ഓ എന്റെ കക്കൂസിന്റെ അപേക്ഷ കൊടുത്തിട്ട് 1.5 കൊല്ലമായി. ഇപ്പൊ പറയാൻ ദൂരല്ലേ? ഇപ്പൊ നിന്റെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കുന്നില്ലേ? അത് പോകുന്നുണ്ട്. അതേ അങ്ങ് പൊക്കോളൂ. നീ അത് ഫോക്കസ് കൊടുക്കാതിരുന്നാ മതി. നിങ്ങൾ ഇങ്ങനെ പരിഹാരം കാണല്ലേ മെമ്പറെ? പിന്നെ പഞ്ചായത്തിൽ നിന്ന് തത്തേ തരാന്ന് പറഞ്ഞിട്ട് എന്തോയി? അപ്പൊ കിട്ടും. എടാ ഇപ്പൊ ഈ പഞ്ചായത്തിൽ തത്തയില്ല. ആര് പറഞ്ഞു? ഇന്നലെ കൂടെ ഇതിലേ പോയല്ലോ. നീ കാണുമ്പോ നീ എന്നെ വിളി, നമുക്ക് എറിഞ്ഞിടാ. മെമ്പറെ, നിങ്ങൾ എങ്ങനെ ഈ ഫീൽഡിൽ പിടിച്ചിരിക്കുന്നത്? ജീവിക്കണ്ടേ? കഴിഞ്ഞ ആഴ്ച തന്നെ സുരേന്ദ്രന് ഭാര്യ അടിയെന്നും പറഞ്ഞു വന്നു. ഞാനല്ലേ പരിഹാരം ഉണ്ടാക്കി കൊടുത്തത്. എന്നിട്ട് അവന്റെ ഭാര്യ ഇപ്പൊ നിങ്ങളുടെ വീട്ടിലാണല്ലോ. അതില് പറഞ്ഞ പരിഹാരമായില്ലേ? ഇപ്പൊ സുരേന്ദ്രനും ഹാപ്പി, ഞാനും ഹാപ്പി, അവന്റെ പെണ്ണുമ്പിളെ ഹാപ്പി. എന്തോ ഹാപ്പിനെസ്. പഞ്ചായത്തിലൊരു മീറ്റിംഗ് ഉണ്ട്. ആര് കേട്ടു? അങ്ങനൊന്നുമില്ല, എന്തെങ്കിലും കാണിക്കണ്ടേ? മാറി. ഇവനെ ആരാടാ ജയിപ്പിച്ച്? നമ്മളൊക്കെ തന്നെ.